ഹായ് പ്രിയ സ്നേഹിതരെ, എല്ലാവർക്കും വിനീത നമസ്കാരം. നിങ്ങൾക്ക് ഈ സ്ഥലം ഏതാണെന്ന് ആർക്കെങ്കിലും മനസ്സിലായോ? കാണാൻ അതിമനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണിത്. ഏകദേശം 1 ഏക്കറിന് മുകളിൽ വരും. നിറയെ കണ്ടൽക്കാടുകളും അതുപോലെ തന്നെ കാടുകളും ഒക്കെ തിങ്ങി നിറഞ്ഞിട്ടുള്ള ഒരു അതിമനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണിത്. ഈ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഈ സ്ഥലത്തിൻ്റെ നേരെ പടിഞ്ഞാറ് വശം റോഡാണ്, കിഴക്ക് വശവും റോഡാണ്. സ്ഥലത്തിൻ്റെ പടിഞ്ഞാറ് വശമാണ് ഈ കാണുന്നത്. ഇത് റോഡാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ കിഴക്കേ സൈഡും റോഡാണ്. കിഴക്ക് വശത്തെ റോഡിലൂടെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ നമുക്ക് നേരെ പള്ളുരുത്തി ആ ഭാഗത്തേക്ക് എത്താം. ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ കൊച്ചി നിയോജക മണ്ഡലത്തിൽ 69-ാം ഡിവിഷൻ മുണ്ടംവേലി, ആ ഡിവിഷനിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ സ്ഥലത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്, അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ വന്നിട്ടുള്ളത്. ഈ സ്ഥലം GCDA വക സ്ഥലമാണ്. അതായത് ഇതിൻ്റെ അപ്പുറത്തെ കിഴക്കേ വശത്ത് അതിൻ്റെ ബോർഡ് വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിൻ്റെ പടിഞ്ഞാറ് വശമാണ് നിൽക്കുന്നത്. അവിടെ ഒരു ബോർഡുണ്ട്, GCDA വക സ്ഥലമെന്ന് പറഞ്ഞ് ഒരു ബോർഡ് അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ GCDA ഒരു 6-7 വർഷങ്ങൾക്ക് മുന്നേ ഇവിടെ ഒരു വലിയൊരു പദ്ധതി കൊണ്ടുവന്നിരുന്നു. എന്താണ് ആ പദ്ധതി എന്നൊക്കെ ചോദിച്ചാൽ, ഈ കാണുന്ന ഈ വെള്ളത്തിൽ മത്സ്യക്കൂടിനുള്ളിൽ മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചിട്ട് അത് വലുതായി വരുമ്പോൾ പിടിച്ച് ഇവിടെ വെച്ച് തന്നെ പാകം ചെയ്ത് ജനങ്ങൾക്ക് കൊടുക്കും ആയിരുന്നു ആ പ്രചരണം. അത് വെറും ഒരു പ്രചരണമായിരുന്നില്ല കേട്ടോ. കോടികളുടെ ഒരു അഴിമതി നടത്തിയിട്ടുള്ള ഒരു പദ്ധതിയും അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രചരണമായിരുന്നു. അപ്പോൾ അന്നത്തെ കാലത്ത് അത് ദൃശ്യമാധ്യമങ്ങളിലൂടെയൊക്കെ ഒരുപാട് ജനങ്ങളിലേക്ക് എത്തിപ്പെട്ടിട്ടുള്ള ഒരു ന്യൂസായിരുന്നു. പിന്നീട് ആ പദ്ധതി വരുവാനായിട്ട് കാത്തിരുന്നിട്ടുള്ള പ്രദേശത്തെ ആളുകളും ഒക്കെ ഉണ്ടായിരുന്നു. കാര്യം വലിയൊരു കാര്യമാണല്ലോ, ഒരുപാട് സന്തോഷം തരുന്ന കാര്യമാണ്. പ്രദേശത്ത് അങ്ങനെ ഒരു പദ്ധതി വരിക, ആ പദ്ധതിയിലൂടെ നമ്മൾക്ക് അവിടെ പോയി വേറൊരു കാര്യം കൂടി അവർ പറഞ്ഞിട്ടുണ്ട്. അതായത് മീൻ ഇവിടെ നിന്ന് തന്നെ പിടിച്ച് കൊടുക്കുകയും ചെയ്യും, ഫ്രഷായിട്ട് മീൻ പിടിച്ച് കൊടുക്കും. ആ ഫ്രഷായിട്ടുള്ള മീൻ മേടിക്കുക മാത്രമല്ല, അവിടെ പോയി നമുക്ക് ഫ്രഷായിട്ടുള്ള മീൻ പാകം ചെയ്ത് തരുന്നതൊക്കെ കഴിക്കാം. അതിനോടൊപ്പം തന്നെ മറ്റൊരു വാഗ്ദാനം കൂടി ഉണ്ടായിരുന്നു. അതായത് ഇതിനോട് ചേർന്ന് തന്നെ ഒരു പാർക്ക് നിർമ്മിക്കുമെന്നും, കുട്ടികൾക്ക് കളിക്കാനുള്ളൊരു പാർക്കും അതുപോലെ തന്നെ വരുന്ന ആളുകൾക്ക് ഭക്ഷണം ഇരുന്ന് കഴിക്കാൻ ഉള്ള സ്ഥലമൊക്കെ ഒരുക്കുമെന്നുള്ളതാണ് അവർ കൊടുത്തിരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്, ഈ ആട് കിടന്നിടത്ത് പൂട പോലും ഇല്ലെന്ന് പറയുന്ന ഒരവസ്ഥയാണ്. അതായത് മീനുമില്ല, മീനിട്ടിരുന്ന കൂടുമില്ല, ഒന്നും തന്നെ ഇവിടെ കാണാൻ സാധിക്കുന്നില്ല. അതാണ് ഇപ്പോഴത്തെ ഒരവസ്ഥ. ഇപ്പോൾ ഇവിടെ പിന്നെ കുറച്ച് കാടും കണ്ടലും ഒക്കെ ഇങ്ങനെ പിടിച്ച് നിൽക്കുന്നുണ്ട്. പിന്നെ അങ്ങ് ദൂരേക്ക് നോക്കിയാൽ കുറേ കുട്ടികൾ വന്നിരുന്ന് ചൂണ്ടയിട്ട് മീൻ പിടിക്കുന്നുണ്ട് അല്ലേ. അവർക്ക് എന്തെങ്കിലും കിട്ടുന്നുണ്ടോയെന്നറിയില്ല. വേറെ ഒരു രസകരമായ കാര്യം, ഒരു 5-8 മാസം മുമ്പ് നമുക്ക് കേട്ടറിഞ്ഞൊരു കാര്യമാണ്. ഇവിടെ ചൂണ്ടയിട്ടിരുന്ന കുട്ടികളെ പോലീസ് പിടിച്ചുകൊണ്ട് പോയി. എന്തിനാണെന്നറിയില്ല. അതുപോലെ തന്നെ ഇവിടെ ഉണ്ടായിരുന്ന ഈ മത്സ്യങ്ങളിട്ടിരുന്ന കൂട് അവർ തന്നെ എടുത്തുകൊണ്ട് പോയതാണോ ഇനി വേറെ ആരെങ്കിലും എടുത്തുകൊണ്ട് പോയതാണെന്ന് അറിയില്ല. എന്തായാലും ഇപ്പം ഒന്നും തന്നെ ഇവിടെ കാണുന്നില്ല. അതുപോലെ തന്നെ ഇതിന് ചുറ്റും കമ്പിവേലി കെട്ടിയിരുന്നു. ഇതിൻ്റെ അകത്തേക്ക് ആർക്കും കടക്കാൻ പറ്റാത്ത രീതിയിൽ. അപ്പോൾ അതൊന്നും തന്നെ കാണുന്നില്ല. കമ്പിവേലിയും ഇല്ല, മത്സ്യക്കൂടും ഇല്ല, മത്സ്യമില്ലാത്തൊരു സ്ഥിതിയാണ് ഇപ്പോൾ നിലവിലിവിടെ ഉള്ളത്. അപ്പോൾ GCDA നടത്തിയിട്ടുള്ള
അതായത് 69 ഡിവിഷൻ മുണ്ടമ്മയിൽ നടത്തിയിട്ടുള്ള വൻ ഒരു അഴിമതി, ആ ഒരു അഴിമതിയുടെ ഒരു ഭാഗമാണ് ഈ കാണുന്നത്. എന്ത് നല്ല ഭംഗിയുള്ള സ്ഥലമാണല്ലേ, നോക്കിക്കേ. കാണാൻ നല്ല രസമുള്ളൊരു സ്ഥലമാണ്. കൂടാതെ ഒരുപാട് പക്ഷികളൊക്കെ ഇവിടെ ഉണ്ട്. വ്യത്യസ്തമാർന്ന ഒരുപാട് പക്ഷികൾ ഈ കണ്ടൽക്കാടുകളിലൊക്കെ ഉണ്ട്. ഒരുപാട് കിളികളുടെ ശബ്ദം കേൾക്കുന്നുണ്ട്. അതിമനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ്. ഒരുപാട് ഷൂട്ടിങ്ങൊക്കെ ചില സമയത്ത് ഇവിടെ നടക്കാറുണ്ട്. ഇതിൻ്റെ ചുറ്റിനും ഷോർട്ട് ഫിലിമും അതുപോലെ തന്നെ ആൽബവും ഒരുപാട് പേര് ഇവിടെ വന്ന് ഷൂട്ട് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ നിരവധി ആളുകൾ നടക്കാൻ രാവിലെ ഇറങ്ങുന്ന ഒരു സ്ഥലം. ഇതിൻ്റെ ചുറ്റിനും രാവിലെ വന്നാൽ നമുക്ക് കാണാൻ സാധിക്കും. ഒരുപാട് ആളുകളാണ് നടക്കുന്നത് ഇവിടെ. അത്രയ്ക്ക് അതിമനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ്. പക്ഷേ ഈ സ്ഥലത്ത് നടത്തിയിരിക്കുന്ന ഈ അഴിമതി ഇന്ന് വരെയും ആരും ചൂണ്ടിക്കാണിച്ചിട്ടുമില്ല, ചോദിച്ചായിട്ടും എനിക്കറിയില്ല. ഇനി അങ്ങനെ ഉണ്ടോയെന്നറിയില്ല. എന്നാലും ഈ പദ്ധതി എന്തായാലും ഇപ്പോൾ നിലവിൽ ഇല്ല. ഈ പദ്ധതിയുടെ പേരിൽ കുറേ ഫണ്ട് അടിച്ചു മാറ്റിയിട്ടുണ്ട്. ചെറിയൊരു ഫണ്ടൊന്നുമല്ല, കോടികളുടെ ഒരു അഴിമതിയാണ് നടത്തിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഈ വഴിയൊക്കെ സഞ്ചരിക്കുമ്പോൾ ഈ സ്ഥലമൊന്ന് നോട്ട് ചെയ്തോളൂ. നിങ്ങൾക്ക് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ സ്ഥലം ഏതാണെന്നുള്ളത്. വാഹനം പോകുന്ന നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റില്ല. റോഡിൻ്റെ കിഴക്ക് വശം ചേർന്നാണ് വാഹനങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. കുറച്ചുകൂടി അടുപ്പിച്ച് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ആ സ്ഥലം. ഇപ്പോൾ GCD വക സ്ഥലമെന്നും പറഞ്ഞൊരു ബോർഡ് അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. അത് ഈ റോഡിന് കിഴക്ക് വശമാണ്. ഞാൻ നിൽക്കുന്നത് റോഡിന് പടിഞ്ഞാറ് വശമാണ്. കിഴക്ക് വശത്താണ് ആ ബോർഡ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ വെള്ളം കയറി ഇറങ്ങാനുള്ള ഒരു ചാല് കിഴക്കേ സൈഡിലുണ്ട്. കിഴക്ക് വശത്ത് വലിയൊരു തോടാണ് കാണുന്നത്. അവിടെ നിന്ന് ഇതിനുള്ളിലേക്ക് കയറി വരാനുള്ള ഒരു ചാലുണ്ട്. അവിടെ ഒരു പത്താഴമുണ്ട്, പഴയൊരു പത്താഴമുണ്ട്. അത് നമുക്ക് ആ റോഡിൻ്റെ കിഴക്ക് വശം ചെന്ന് കഴിഞ്ഞാൽ അത് കാണാൻ സാധിക്കും. ഓക്കെ മൈ ഡിയർ ഫ്രണ്ട്സ്, നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം കേട്ടോ മറ്റൊരു വീഡിയോ ആയിട്ട്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റുകളൊക്കെ രേഖപ്പെടുത്താവുന്നതാണ്. ഈ സ്ഥലത്ത് നിരവധി കണ്ടൽക്കാടുകളുണ്ടെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചാൽ കാണുന്നതാണ്. അപ്പോൾ അവിടെ വ്യത്യസ്തമായിട്ടുള്ള നിരവധി കണ്ടലുകൾ കാണാൻ സാധിക്കും. അത് റോഡിന് കിഴക്കേ സൈഡിൽ നിന്ന് കുറച്ചുകൂടി ഭംഗിയായിട്ട് കാണാൻ സാധിക്കും. ഇപ്പോൾ ഇവിടെ ഒരു കാട് ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നതുകൊണ്ടാണ് അത് കാണാത്തത്. പക്ഷേ റോഡിന് കിഴക്ക് വശത്ത് നിന്നാണ് നോക്കുന്നതെങ്കിൽ ആ കണ്ടലുകളൊക്കെ കാണാൻ സാധിക്കും. എന്ത് കായാണെന്ന് മനസ്സിലാകുന്നില്ല. ഒരുപാടുണ്ട്, ഉണങ്ങി നിൽപ്പുണ്ട്.
ഓക്കെ ബൈ ബൈ.